മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഊട്ടിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. വിവാഹത്തിന് 4 നാൾ ശേഷിക്കെ ഈ മാസം 4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ. അഷ്കർ അലി, പാലക്കാട് കഞ്ചിക്കോടെത്തി സുഹൃത്തിൽ നിന്ന് 1 ലക്ഷം വാങ്ങി ബസ്സിൽ കയറിയ വിഷ്ണുജിത്ത് ഊട്ടിയിലേക്കാണോ പോയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആദ്യഘട്ടത്തിൽ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയി എന്നായിരുന്നു പോലീസ് സ്ഥിരീകരിച്ചിരുന്നത്. വിഷ്ണുജിത്തിന് വേണ്ടി പോലീസ് വലിയ തോതിൽ അന്വേഷണം കോയമ്പത്തൂരടക്കം വ്യാപകമായി തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മേട്ടുപ്പാളയത്തേക്കും അതിനുശേഷം ഊട്ടിയിലേക്കും വിഷ്ണുജിത്ത് സഞ്ചരിച്ചതായി പോലീസിന് ടവർ ലൊക്കേഷൻ സ്ഥിരീകരിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ ഊട്ടിയിൽ വെച്ചുകൊണ്ട് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ ഊട്ടിയിലെ കൂനൂരിൽ വെച്ചുകൊണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുകയും പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പോലീസിന്റെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പിയുടെ കീഴിൽ 2 അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഊട്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു. ഈ തെരച്ചിലിന്റെ ഒടുവിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഊട്ടിയിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയതായി ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതാനും സമയത്തകം തന്നെ ഇതിൽ എവിടെ വെച്ചാണ്, ഊട്ടിയിലെ എവിടെ വെച്ചാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തത വരും. എന്തായാലും ഈ മാസം 4-ാം തീയതിയാണ്, കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിഷ്ണുജിത്തിനെ അപ്രതീക്ഷിതമായി കാണാതാവുന്നത്. വടക്കാഞ്ചേരിയിലേക്ക് തന്റെ വിവാഹ ആവശ്യത്തിനുമായ പണം സ്വരൂപിക്കാൻ പോയ വിഷ്ണുജിത്തിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ആ വിഷ്ണുജിത്തിന്റെ തിരോധാനം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. കാരണം ഈ ഞായറാഴ്ച അഥവാ 8-ാം തീയതിയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഈ വിവാഹത്തിന് തൊട്ടു മുമ്പായി തന്നെ ഈ പ്രതിശ്രുത വരൻ കാണാതായതോടെ അത് വലിയ തോതിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുകയും ചെയ്തു. ഈ കുടുംബം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതി നൽകിയതിന്റെ തൊട്ടു പിന്നാലെയാണ് പോലീസ് അന്വേഷണം വ്യാപകമാക്കിയത്. പക്ഷേ പോലീസ് കോയമ്പത്തൂരിലെത്തിയെങ്കിലും വിഷ്ണുജിത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പോലും ഈ കോയമ്പത്തൂരിൽ നിന്ന് വിഷ്ണുജിത്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറി എന്നാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ ആ കാണാതായത് ഒടുവിൽ 6-ാം ദിവസമാണ് ഇപ്പോൾ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ വെച്ചുകൊണ്ട് പോലീസ് കണ്ടെത്തുന്നത്. നോക്കൂ അഷ്കർ അലി, ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഈ വിവാഹത്തിന് പണം സ്വരൂപിക്കാൻ പോയ വിഷ്ണുജിത്ത് എന്തിനാണ് കടന്നു കളയുന്നത്? അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സുഹൃത്തിൽ നിന്ന് പണം കിട്ടുന്നു, ആ പണവുമായി വീട്ടിലേക്ക് തിരികെ വരാതെ പോയത് എന്തുകൊണ്ടാണ്? അതിനൊരു ഉത്തരം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ? വിഷ്ണുവിന് ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചിരിക്കാമോ എന്നുള്ളതായിരുന്നു ആദ്യത്തിൽ കുടുംബത്തിന്റെയും പോലീസിന്റെയും ഒക്കെ ആശങ്ക. ആ രീതിയിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസ് വലിയ തോതിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. വടക്കഞ്ചേരിയിൽ വിഷ്ണുജിത്ത് പ്രവർത്തിച്ചിരുന്ന കമ്പനിയിലും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്നും 1 ലക്ഷം രൂപ വാങ്ങിയ വിഷ്ണുജിത്ത് 10,000 രൂപ വീട്ടിലേക്ക് അയച്ചു നൽകുകയും ബാക്കി തുകയുമായി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയുമാണ് ചെയ്തത്. പിന്നാലെ ഈ തിരോധാനം അന്വേഷിച്ച പോലീസിന് പലതവണയായി വിഷ്ണുജിത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, ഇല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോകുന്നതിലേക്ക് CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ വിഷ്ണുജിത്ത് മനഃപൂർവ്വം മാറി നിന്നതാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. പക്ഷേ എന്തിനാണ് വിഷ്ണുജിത്ത് ഇത്തരത്തിലൊരു അപ്രത്യക്ഷമാവൽ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത കുടുംബത്തിനോ ഇല്ലെങ്കിൽ പോലീസിനോ ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് സ്വാഭാവികമായും സംശയിക്കുന്ന ഒരു കാര്യം, 4 വർഷത്തോളം പ്രണയത്തിലായിരുന്ന ഒരു പെൺകുട്ടിയെ തന്നെയാണ് വിഷ്ണുജിത്ത് വിവാഹം നടത്തുന്നത്. മാത്രമല്ല, വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയതുമെല്ലാം വിഷ്ണുജിത്ത് തന്നെയായിരുന്നു. പക്ഷേ വിവാഹം എന്നൊരു ഉത്തരവാദിത്തത്തിലേക്ക് മാറാൻ വിഷ്ണുജിത്ത് മാനസികമായി തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിന്റെ കാരണം കൊണ്ടാണ് വിഷ്ണുജിത്ത് ഇത്തരത്തിൽ വിവാഹത്തിന്റെ തൊട്ട് 3 ദിവസങ്ങൾക്ക് മുമ്പ് നാട് വിടാൻ, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. എന്തായാലും വിഷ്ണുജിത്തിനെ ഊട്ടിയിലെ ഒരു ലൊക്കേഷനിൽ വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി വിഷ്ണുജിത്ത് തന്നെ ആയിരിക്കും ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാറി നിൽക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അപ്രത്യക്ഷമാവാൻ തീരുമാനിച്ചതിന്റെ കാരണം വിഷ്ണുജിത്ത് തന്നെ പറയേണ്ടി വരും. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിവരങ്ങൾ കൂടി ലഭ്യമാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഇപ്പോൾ ഊട്ടിയിൽ വെച്ചുകൊണ്ട് വിഷ്ണുജിത്തിനെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ ഇന്ന് രാവിലെയോടെ തന്നെ വിഷ്ണുജിത്ത് ഊട്ടിയിൽ ഉണ്ട് എന്നൊരു സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഊട്ടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപക പരിശോധന പോലീസ് നടത്തുകയും ചെയ്തു. വിഷ്ണുജിത്തിന്റെ ചിത്രങ്ങളടക്കം തമിഴ്നാട് പോലീസിനും വാളയാർ പോലീസിനും അതുപോലെ തന്നെ ഊട്ടിയിലെ മേട്ടുപ്പാളയത്തെയും പോലീസ് സ്റ്റേഷനുകൾക്ക് അന്വേഷണ സംഘം കൈമാറുകയും ചെയ്തു. അങ്ങനെ തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെയായിരുന്നു വിഷ്ണുജിത്തിന് വേണ്ടി പോലീസ് വല വിരിച്ചിരുന്നത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഊട്ടിയിൽ വെച്ചുകൊണ്ട് വിഷ്ണുജിത്തിനെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിഷ്ണുജിത്തുമായി ഈ അന്വേഷണ സംഘം മലപ്പുറത്തേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മലപ്പുറം ഡിവൈഎസ്പിയുടെ കീഴിൽ 10-അംഗ അന്വേഷണ സംഘമാണ് കഴിഞ്ഞ 4 ദിവസമായി വിഷ്ണുജിത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തിയിരുന്നത്. ഈ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഒരു സംഘത്തിന് മുമ്പാകെ വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. സുജിയ.
4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. അതിനുശേഷം വിഷ്ണുജിത്തുമായി ആർക്കും ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നില്ല. ഇതിൽ നിർണായകമായത് വിഷ്ണുജിത്തിന്റെ ഫോൺ ഓൺ ആയതല്ലേ? എവിടെ വെച്ചാണ് ഈ ഫോൺ ഓൺ ആക്കി അത് നാട്ടിലേക്ക് വിളിക്കുന്നതിനാണോ? എന്തായിരുന്നു വിഷ്ണുവിന്റെ ഒരു ലക്ഷ്യം? ഈ മൊബൈൽ ഫോൺ മുഴുവൻ സമയം അഥവാ ആദ്യഘട്ടത്തിൽ ഈ വിഷ്ണുജിത്തിൻ്റെയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ ലഭിക്കുന്നത് ഈ കാണാതായ ദിവസം ഇല്ലെങ്കിൽ ഈ മാസം 4-ാം തീയതി വൈകുന്നേരം 7:45 പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിൻ്റെ ഒരു CCTV ദൃശ്യമാണ് പോലീസിന് ലഭിച്ചത്. 7:45 എത്തിയ 7:45 ബസ് സ്റ്റാൻഡിലെത്തിയ വിഷ്ണുജിത്തുവിൻ്റെ മൊബൈൽ 8:10 വാളയാർ ഹൈവേയിൽ പുതുശ്ശേരിക്ക് സമീപം അഥവാ തമിഴ്നാട് ബോർഡർ കടക്കുന്നതിന് തൊട്ട് മുമ്പായി സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. മറ്റ് വാഹനങ്ങളിലൊന്നും സഞ്ചരിക്കാതിരുന്ന വിഷ്ണുജിത്ത് സ്വാഭാവികമായും കോയമ്പത്തൂരിലേക്കുള്ള KSRTC ബസ്സിലാണ് യാത്ര ചെയ്തതെന്ന് പോലീസ് നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു. അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. അങ്ങനെ വാളയാറിൽ നിന്നും പിന്നീട് കോയമ്പത്തൂരിലേക്ക് വിഷ്ണുജിത്ത് എത്തിയെന്ന് പോലീസിന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും ലഭിച്ചു. വിഷ്ണുജിത്തിന്റെ ഒപ്പം സുഹൃത്തായി വിഷ്ണുജിത്തിനെ കാണാതായ അത് 4-ാം തീയതി വൈകുന്നേരമാണ്. ഇന്നിപ്പോൾ വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് അഷ്കർ പങ്കുവയ്ക്കുന്നത്. കുടുംബത്തിനെ അടക്കം പ്രതികരണത്തിലേക്ക് നമുക്ക് പോകണം. പ്രത്യേക അന്വേഷണ സംഘമാണ് വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയത്. വിഷ്ണുജിത്ത് ഊട്ടിയിലേക്ക് പോയത് എന്തിനാണ്? അതും 4 വർഷം പ്രണയിച്ച ആളെ വിവാഹം കഴിക്കേണ്ട ഞായറാഴ്ച ദിവസം ഇവിടെ നിൽക്കുമ്പോൾ പണം മാത്രമായിരുന്നോ പ്രശ്നം? എന്താണ് വിഷ്ണുവിന് സംഭവിച്ചത്?